ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ദ ഗിഫ്റ്റ് ഓഫ് ദി മെജായ് എന്നുള്ള ഒ ഹെൻറിയുടെ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കാർക്ക്, അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കാരുടെ പ്രോസ് ആൻഡ് ഫിക്ഷനിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ മുൻപ് പ്രോസ് ആൻഡ് ഫിക്ഷൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ചെയ്യണം. ജനറൽ ആയിട്ടുള്ള കുറേ, അതായത് ഏതൊരു യൂണിവേഴ്സിറ്റിക്കാർക്കും ആവശ്യമായിട്ടുള്ളതായിരിക്കാം ദ ഗിഫ്റ്റ് ഓഫ് ദ മെജായ് എന്നുള്ളത്. അപ്പോൾ ആർക്കാണെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ചെയ്യണത്. ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കാർക്ക് പ്രത്യേകിച്ചും അവർക്ക് ഈ പ്രോസ് ആൻഡ് ഫിക്ഷനിലുള്ളതാണ്. മറ്റ് ഏത് യൂണിവേഴ്സിറ്റിക്കാർക്കും ഇതിൻ്റെ സമ്മറി ആവശ്യമുള്ളവർക്ക് ഇത് നോക്കാം കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ദി മെജായ് എന്നുള്ള ഒ ഹെൻറിയുടെ ഷോർട്ട് സ്റ്റോറി നമുക്ക് നോക്കാം. ഒ ഹെൻറി എന്നുള്ളത് വില്യം സിഡ്നി പോർട്ടർ. അദ്ദേഹം നോർത്ത് കരോളിനയിൽ 1862 അദ്ദേഹത്തിൻ്റെ ജനനം. വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ റീഡിങ്ങിലും അതുപോലെ തന്നെ എന്തെങ്കിലും സ്റ്റോറീസിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആൻറ്റിയാണ് അദ്ദേഹത്തിനെ സ്കൂളിലേക്കൊക്കെ അയച്ച് പഠിപ്പിച്ചത്. 19ാമത്തെ വയസ്സിൽ ഒരു ലൈസൻസ്ഡ് ഫാർമസിസ്റ്റ്, ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. ഒരു 20ാമത്തെ വയസ്സിൽ അദ്ദേഹം ടെക്സസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ അദ്ദേഹം ഒരു സ്ഥലത്ത് ജോലി ചെയ്യണു. പിന്നെ അവിടെ നിന്ന് മാറി ഓരോരോ ജോലികൾ മാറി അദ്ദേഹം ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് ഈ സിഡ്നി പോർട്ടർ ഏതൽ എസ്റ്റസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യണു. അവർ വിവാഹിതരാവണു. പിന്നീട് ദ റോളിംഗ് സ്റ്റോൺ എന്നൊരു മാഗസിൻ അദ്ദേഹം ചെയ്യുന്നുണ്ട്. മാഗസിൻ ഏറ്റെടുത്ത് അത് ചെയ്യുന്ന റോളിംഗ് എന്നുള്ള ആ ഒരു മാഗസിൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു റിപ്പോർട്ടറായിട്ടും കാർട്ടൂണിസ്റ്റായിട്ടും അങ്ങനെ പല ജോലികൾ അദ്ദേഹം മാറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് അദ്ദേഹം ഈ റൈറ്റിംഗ് കരിയറിലേക്ക് വരുന്നത്. ഒ ഹെൻറി എന്ന പെൻ നെയിമിലാണ് അദ്ദേഹം കഥകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സ്റ്റോറീസ്, ദ 4 മില്യൺ, ക്യാബേജസ് ആൻഡ് കിങ്സ്, വോയിസ് ഓഫ് ദ സിറ്റി, റൂട്ട്സ് ഓഫ് ഡെസ്റ്റിനി, ദ കോപ്പ് ആൻഡ് ദ ആന്തം, അങ്ങനെ ഒരുപാട് പോപ്പുലറായിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു വളരെ അധികം പോപ്പുലറായിട്ടുള്ള ഒരുപാട് വായനക്കാരുണ്ടായിരുന്ന ഒരു സ്റ്റോറിയാണ് ഗിഫ്റ്റ് ഓഫ് ദി മെജായ് എന്നുള്ളത്. ഈ ഒരു സ്റ്റോറി ഇറ്റ് ഈസ് എ ടച്ചിങ് ടെയിൽ ഓഫ് എ യങ് കപ്പിൾ, ഡെല്ല ആൻഡ് ജിം. ഡെല്ല എന്നും ജിം എന്ന പേരുള്ള ഒരു കപ്പിളിൻ്റെ സ്റ്റോറിയാണ് ഇത്. അവരുടെ സാക്രിഫൈസ്, അവരുടെ ഡീപ്പ് ലവ് കാണിക്കുന്ന, അവരുടെ പരസ്പരം രണ്ടുപേരുടെയും ആ ത്യാഗത്തിൻ്റെയും ഒക്കെ കഥയാണ് ഈ ഒരു ദ ഗിഫ്റ്റ് ഓഫ് ദി മെജായ് എന്ന ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഈ സ്റ്റോറി നടക്കുന്നത് ഒരു ക്രിസ്മസ് ഈവിലാണ്. അതായത് ക്രിസ്മസിൻ്റെ മുൻപത്തുള്ള ദിവസമാണ് ഈ കഥ നടക്കുന്നത്. ഡെല്ല എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരിയാണ്. അവൾ കളക്ട് ചെയ്തിട്ടുള്ള കുറേ മാസങ്ങളായിട്ട് അവൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള അവൾ എടുത്തു വെച്ചിട്ടുള്ള അവളുടെ പൈസ അവൾ കൗണ്ട് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റോറിയിൽ ആദ്യം കാണുന്നത്. അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്ത് അവൾക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്നത് $1.89. ഇപ്പം നമ്മൾ ₹1 അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനെ $1.89 അവളുടെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ട്. അപ്പോൾ അടുത്ത ദിവസം ക്രിസ്മസ് ആണ്. അവളുടെ ഹസ്ബൻഡായ ജിമ്മിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് പ്രസൻറ്റ് അവൾക്ക് കൊടുക്കണം. അപ്പോൾ ആ ക്രിസ്മസ് പ്രസൻറ്റിനുള്ള എമൗണ്ട് തികയില്ല. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അവൾക്ക് വളരെയധികം വിഷമം തോന്നി. അവൾ കരയണു. അവരുടെ ആ ഒരു ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ സർക്കംസ്റ്റൻസ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് പിന്നീട് റൈറ്റർ പറയുന്നത്. ഡെല്ല ആൻഡ് ജെയിംസ് ഇവർ യങ് കപ്പിൾ ആണ്. ജെയിംസ് ഡില്ലിംഗ്ഹാം എന്നാണ് ഇവളുടെ ഡെല്ലയുടെ ഹസ്ബൻഡിൻ്റെ പേര്. ഇവൾ ജിം എന്നാണ് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്.
എന്താണ് ജിമ്മിന് ഒരു വളരെയധികം കുറച്ച് സാലറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് കഷ്ടിച്ച് ജീവിച്ച് പോവാം. അത്ര അത്ര വരുമാനമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ ഒരു ഫ്ലാറ്റിലാണ് അവരുടെ താമസം. വോൺ ഔട്ട് ഫർണിഷിങ്സ് ആണ്, അതായത് അധികം ഒരു കളർഫുൾ അല്ലാത്ത, അതായത് അവരുടെ ആ ഒരു പോവേർട്ടി എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഫ്ലാറ്റും അതുപോലുള്ള ഫർണിഷിങ്സ് ഒക്കെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അവരുടെ ലെറ്റർ ബോക്സ് ഒക്കെ വളരെ ചെറുതാണ്. എന്ന് വെച്ചാൽ അതൊക്കെ അന്നത്തെ ആ ലക്ഷറി കാണിക്കുന്നതാണ്. ഇതിലൂടെയൊക്കെയാണ് ആൾക്കാരുടെ ആ ലക്ഷറിയസ് ലൈഫിനെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ ഫ്ലാറ്റ്, അതിലുള്ള ഫർണിച്ചർ, അതുപോലെ തന്നെ അവരുടെ ഗേറ്റിലുള്ള ലെറ്റർ ബോക്സ്, ഇതൊക്കെ, അതുപോലെ തന്നെ ബെല്ല്, ഇലക്ട്രിക് ബെൽ, കോളിംഗ് ബെൽ, ഇതൊന്നും റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുറവുകളോടെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ദേ ആർ വെരി ഹാപ്പി വിത്ത് ഈച്ച് അതർ. അവർ വളരെയധികം സന്തോഷത്തിലോടെ എന്താണോ ഉള്ളത് അത് വെച്ച് സംതൃപ്തിയോടെ ജീവിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇവർ. അപ്പോൾ അവൾക്ക് ഈ പൈസ അവൾ എണ്ണുന്നു, അത് തികയുന്നില്ല എന്ന് മനസ്സിലാക്കണു. അപ്പോൾ ഡെല്ല ഫൈൻഡ്സ് ദ ഡേ വെരി ഡൾ ആൻഡ് ബ്ലീക്ക്. എവറിത്തിങ് അറൗണ്ട് ഹെർ അപ്പിയേഴ്സ് ഗ്രേറ്റ് ടു ഹെർ. അപ്പോൾ ഈ പൈസ തികയാത്തതുകൊണ്ട് തന്നെ അവളുടെ ആ മനസ്സിലെ വിഷമം, അവൾ നോക്കുന്നതിലൊന്നും അവൾക്ക് ആ ഒരു ഒരു ബ്യൂട്ടി കാണാനായിട്ട് പറ്റുന്നില്ല. ദാറ്റ് ഈസ് വെൻ ഷീ സീസ് ഹെർ ഓൺ റിഫ്ലക്ഷൻ ഇൻ എ നാരോ പിയർ ഗ്ലാസ് ആൻഡ് ആൻ ഐഡിയ സ്ട്രൈക്സ് ഹെർ. അപ്പോൾ അവൾ മങ്ങിയിട്ടുള്ള അവരുടെ വീട്ടിലെ ആ മിറർ, അതിൽ അവളുടെ തന്നെ റിഫ്ലക്ഷൻ കാണുന്നു. ആ റിഫ്ലക്ഷൻ കാണുന്ന സമയത്ത് അവൾക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. കാരണം ഈ ഡെല്ലയ്ക്ക് വളരെയധികം നല്ല മുടിയാണ്, നല്ല നീളമുള്ള തിക്കായിട്ടുള്ള മുടിയാണ്. വാട്ടർഫോൾ പോലെയാണെന്നാണ് റൈറ്റർ അതിനെ പറയുന്നത്. അവളുടെ മുട്ടറ്റം വരെ നിൽക്കുന്ന മുടിയാണ്. അതേപോലെ തന്നെ ഈ ജിമ്മിന് ഒരു പോക്കറ്റ് വാച്ച് ഉണ്ട്. അത് അവരുടെ ഫാമിലി ആയിട്ട്, അതായത് അവരുടെ എന്താണ് പറയുക, ഒരു അച്ഛൻ ഇവനെ കൈമാറി, അച്ഛൻ്റെ അച്ഛൻ കൊടുത്തത്, അങ്ങനെ കുടുംബപരമായിട്ട് ഇവർ കൈമാറി വരുന്ന ഒരു വാച്ച് ഈ ജിമ്മിൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ഇവളുടെ മുടിയും ജിമ്മിന് ആ വാച്ചും ഒരുപാട് അവർ വളരെയധികം എന്താ പറയുക, പ്രൗഡായിട്ടാണ് അതിനെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇഫ് ദ ക്യൂൻ ഓഫ് ഷെബ വിത്ത് ഓൾ ഹെർ റിച്ചസ് വർ ലിവിങ് ഇൻ എ ഫ്ലാറ്റ് ഓപ്പോസിറ്റ് ഹേഴ്സ്. അപ്പോൾ ഇവരുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിലാണ് ക്യൂൻ ഓഫ് ഷെബ താമസിക്കുന്നത്. അപ്പോൾ ഇവൾ എപ്പോഴൊക്കെ അവളുടെ മുടി ഇങ്ങനെ പുറത്ത് കാണിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ എല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ ക്യൂന്, ഇവളുടെ മുടിയോട് വല്ലാത്തൊരു അസൂയാണ്. Jim would have displayed his watch to King Solomon. He had been janitor of the building. Della decided to sell her hair, though she is sad to lose. She visits Madame Sofroni, a wig maker who buys hair of all kinds. അപ്പോൾ ഇവൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇവളുടെ ഈ മുടി വിൽക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വിഗൊക്കെ ഉണ്ടാക്കുന്ന ഒരു ലേഡിയാണ് മാഡം സൊഫ്രോണി. അവരുടെ അടുത്ത് പോകുന്നു. എന്നിട്ട് അവിടെ വെച്ച് ഇവൾ ആ മുടി വിൽക്കുകയാണ്. ആൻഡ് $20 ഇൻ റിട്ടേൺ ഫോർ ഹെർ ഹെയർ. ഇവൾ ആവശ്യപ്പെടുന്നത് $20 ആണ്. And it is obvious that she is taking advantage of Della's desperation. Della accepts the offer without question. Pocketing the $20, Della hunts all shops and finally spots a platinum fob chain for Jim's watch. അങ്ങനെ അവൾ ആ മുടി $20 കൊടുക്കുന്നു. അതിനുശേഷം ആ പൈസയുമായിട്ട് ഇവൾ ഓരോ കടകളിലായിട്ട് കയറിയിട്ട് ഒരു പ്ലാറ്റിനം ചെയിനുള്ള ഒരു വാച്ച് ജിമ്മിനായിട്ട് വാങ്ങിക്കുന്നു. On her return, she tries to make herself look better by curling her short hair with a hot iron. അങ്ങനെ അവൾ തിരിച്ചു വരുന്ന സമയത്ത് അവളുടെ നീളമുള്ള മുടി പോയി, അത് വളരെ അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു. അതിനെ അവൾക്ക് തന്നെ ആ ഒരു വിഷമം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അയൺ ചെയ്ത് നല്ല കേളിയാക്കി മാറ്റി. She is scared that Jim will cease loving her because she has lost her hair. അപ്പോൾ മുടി ഇല്ലാത്തത് കൊണ്ട് ഇനി ജിം ഇവളെ ഇഷ്ടപ്പെടാതാവോ എന്നുള്ള പേടിയും ഇവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു.
അങ്ങനെ ഷീ ഫിയേഴ്സ് ദാറ്റ് ഷീ ലുക്സ് ചീപ്പ് ലൈക്ക് എ കോണി ഐലൻഡ് കോറസ് ഗേൾ. അപ്പോൾ അവൾക്ക് മുടിയില്ലാത്തത് കൊണ്ട് എന്താണ് അവിടേക്കുള്ള കോറസ് ഗേൾസിനെ പോലെയാണോ, അത്രയ്ക്കും ചീപ്പായിട്ടാണോ എന്നെ കാണാനുള്ളത് എന്ന് അവൾ സ്വയം വിചാരിക്കുകയാണ്. അങ്ങനെ അവൾ വീട്ടിലെത്തി ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് ജിമ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ജിം വരുന്നു. ജിം വിൽ നോട്ട് സ്റ്റോപ്പ് ലവിങ് ഹർ ആൻഡ് വിൽ ഫൈൻഡ് ഹർ ആസ് പ്രെറ്റി ആസ് എവർ. അപ്പോഴൊക്കെ അവൾ പ്രാർത്ഥിക്കുകയാണ്, ജിമ്മിന് എന്നോട് പഴയ പോലെ തന്നെ ഇഷ്ടമുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവസാനം ജിമ്മ് വരുന്നു. ഹീ ലുക്സ് അറ്റ് ഹർ വിത്ത് എ സ്ട്രേഞ്ച് എക്സ്പ്രഷൻ ആസ് ഇഫ് ഹീ കനോട്ട് ബിലീവ് ഹിസ് ഐസ്. അപ്പോൾ അവിടെ വന്ന് ഇതെല്ലാം നോക്കിയ ഉടനെ ഇയാൾ വല്ലാതെ ഷോക്ക്ഡ് ആവാണ്. ഹി ഗേവ്സ് ഹർ ദ ഗിഫ്റ്റ് ഹി ബോട്ട് ഹർ ഫോർ ക്രിസ്മസ്. ഇൻസൈഡ് ദ ബോക്സ് Stella find a set of beautiful tortoise shell combs that she had always desired and would have adorned the hair that she has now lost. അപ്പോൾ അങ്ങനെ വന്ന ഉടനെ ഗിഫ്റ്റ് ഡെല്ലയ്ക്ക് കൊടുക്കണു. അതിലെന്ത് ഗിഫ്റ്റായിരുന്നു? ടോർട്ടോയ്സിൻ്റെ ഷെല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കോമ്പായിരുന്നു. അത് ഇവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്, ഇവളുടെ മുടി ചീവാനായിട്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് കണ്ട ഉടനെ ഡെല്ല പൊട്ടിക്കരയാണ്. അപ്പോൾ ആൻഡ് ടെൽസ് ജിം ദാറ്റ് ഹെർ ഹെയർ വിൽ ഗ്രോ ബാക്ക്. അങ്ങനെ അവൾ മുടി കാണിച്ചു കൊടുക്കണു. അപ്പോൾ ഇനി ഈ മുടി വളർന്നിട്ട് വേണം അവൾക്ക് ആ കോമ്പ് യൂസ് ചെയ്തിട്ട് ചീവാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വിത്ത് എ ക്രൈ ഷീ റിമെമ്പേഴ്സ് ദാറ്റ് ഷീ ഹാസ് നോട്ട് യെറ്റ് ഷോൺ ജിം ഹിസ് ഗിഫ്റ്റ്. ഷീ പുൾസ് ഔട്ട് ദ ഫോബ് ചെയിൻ ആൻഡ് ഹാൻഡ് ഇറ്റ്സ് ഓവർ. അപ്പോൾ അങ്ങനെ അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത്, അയ്യോ ഞാൻ ജിമ്മിന് ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ. അവൾ ആ ജിമ്മിന് അവൾ വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കണു. അപ്പോൾ ജിമ്മ് ചിരിച്ചുകൊണ്ട് അത് വാങ്ങിക്കുകയാണ്. കാരണം ഇവൾ കൊടുത്ത ആ വാച്ചിൻ്റെ ചെയിൻ, എന്താ പറയുക, പ്ലാറ്റിനം ചെയിനാണ് ആ വാച്ചിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. ആ ചെയിൻ യൂസ്ഫുൾ അല്ല, കാരണം ആ വാച്ച് വിറ്റിട്ടാണ് ജിം ഇവൾക്ക് കോമ്പ് വാങ്ങിച്ചത്. അപ്പോൾ രണ്ടുപേരും വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് രണ്ടുപേർക്കും യൂസ്ഫുൾ അല്ലാതെയായിട്ട്. കോമ്പ് വാങ്ങിച്ചു, അത് ഇവൾക്ക് ഉപയോഗമില്ല. ഇവൾ ചെയിൻ വാങ്ങിച്ചു, അത് ജിമ്മിനും ഉപകാരമില്ല. അപ്പോൾ എന്താണ് ഈ ലവിങ് കപ്പിൾ അവരുടെ ഇഷ്ടപ്പെട്ട രണ്ട് വസ്തുക്കളാണ് അവർ ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിനായിട്ട് സാക്രിഫൈസ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്ന ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ഇതെല്ലാം ഫൂളിഷാണ്. ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കുക കൊടുക്കുക എന്നുള്ളതൊക്കെ ഫൂളിഷാണ്, മണ്ടത്തരമാണ്, വിഡ്ഢിത്തമാണ് എന്നുള്ളത് പറയാണ്. പിന്നെ ഈ റൈറ്റർ പറയുന്നത് ദ വൈസ് പേഴ്സൺസ് ഹു സാക്രിഫൈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ദേ ഹാഡ് ആൻഡ് പ്രൂവ് ദ ഇൻസിൻസിയറിറ്റി ഓഫ് ദ ലവ് ഫോർ ഈച്ച് അതർ. അവർക്ക് ഇഷ്ടമുള്ള രണ്ട് സാധനങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് അവരുടെ സ്നേഹം എന്താണ് എന്നുള്ളത്, അവരുടെ ആ സിൻസിയറിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. They are the ones who have imbibed the true Christmas spirit. അപ്പോൾ ഇവരാണ് ആ ഒരു ക്രിസ്മസ് സ്പിരിറ്റിലൂടെ, ആ ക്രിസ്മസ് സ്പിരിറ്റ് എന്താണെന്നുള്ളത് എടുത്തത്. ക്രിസ്തു ജനിച്ചു, ധാരാളം ആൾക്കാർ ക്രിസ്തുവിനെ ഗിഫ്റ്റുമായിട്ട് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താണ് ആ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ആ ഐഡിയയോടെയാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ മെജായിസ് എന്ന് പറയുന്നത് ബേബി ജീസസിനെ കാണാനായിട്ട് പോകുന്നു, ഗിഫ്റ്റുകളുമായിട്ടാണ് പോകുന്നത്. ആ ഒരു രീതിയിലും കൂടിയാണ് ഗിഫ്റ്റ് ഓഫ് ദി മെജായ എന്നുള്ള ഈ പേര് ഈ സ്റ്റോറിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റോറി സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിൽ, അത് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനാലിസിസ് കൂടെ നിങ്ങൾക്ക് എടുത്തു തരാം. ഓക്കെ.